കേട്ടില്ല. അവിടെ അയ്യപ്പൻ്റെ നോട്ടക്കാരനായിട്ട് മലയച്ചൻ എന്ന് പറയും ഞങ്ങൾ. ഈ മലയുടെ എല്ലാ അധിപനാണ്. മലയച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സാന്നിധ്യമുണ്ട് അവിടെ. പിന്നെ വനദുർഗ, ഭദ്രകാളി, നാഗരാജാവ്, നാഗേട്ടി, അവിടെയും ഓരോരുത്തരും ഈ മലയച്ചൻ മദ്യമാണ് ഏറ്റവും ഇഷ്ടം. മദ്യം ചിലരവിടെ കൊണ്ടുവെക്കും, പ്രാർത്ഥിക്കും, പിന്നെ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഉദ്ദേശിച്ച കാര്യം എൻ്റെ നടന്നു, അതെന്താണെന്ന് അവർ പറയുന്നില്ല. മലയച്ചൻ കൊണ്ടുവച്ചുകൊണ്ട് എൻ്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു, എല്ലാവരും ഇങ്ങനെ ഉണ്ടാകണമെന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഇതൊക്കെയാണ് മലങ്കോട്ടക്കാവിൻ്റെ വിശേഷത. അതിൻ്റെ കിഴക്കാരിൽ ഇവിടെ ഗുഹയുണ്ടായിരുന്നെന്ന് പറയുന്നത്. മഹർഷിമാരുടെ തപസ് ചെയ്തിരുന്നായിരുന്നു. അതിൻ്റെ ഒരു കഴിഞ്ഞൊരു കാലം വരെ അതിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വശത്തെ. ഇപ്പോൾ എല്ലാം ഇടിഞ്ഞ് എല്ലാം പോയി. ഈ മലയച്ചൻ അയ്യപ്പൻ്റെ കാവൽക്കാരനാണെന്ന് പറയുന്നത്, അതിന് പിന്നിലെ കഥ എന്താണ്? അതിൻ്റെ പിന്നിലെ കഥയെന്ന് പറയുന്നത്, അങ്ങാരും ഇതുപോലൊരു ദൈവാധീന